ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേരള ജോഗ്രഫിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. കേരളത്തിലെ മണ്ണിനങ്ങൾ നമ്മളെ പറ്റി പഠിക്കുന്നതിന് മുന്നേ മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി എന്ന് പറയുന്നത്. ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. 2023 മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് 2023 മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി അതേസമയം 2024 മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയറിംഗ് ഫോർ സോയിൽ മെഷർ മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ളതാണ് 2024 മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയവും കേരളത്തിലെ മണ്ണ് മ്യൂസിയവും ഒന്നാണ്. അതായത് കേരളത്തിലെ മണ്ണ് മ്യൂസിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണമാണ്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയവും പാറോട്ടുകോണത്തെ മണ്ണ് മ്യൂസിയം തന്നെയാണ്. ഇനി കേരളത്തിൻ്റെ മണ്ണിനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ അമ്ലത്വം കൂടിയ മണ്ണാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതായത് അമ്ലത കൂടിയ മണ്ണാണ് കേരളത്തിൽ പൊതുവെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അമ്ല സ്വഭാവമുള്ള മണ്ണുകളാണ്. അതുപോലെ തന്നെ കാർബണിനെ സംവഹിക്കാൻ, അതായത് കാർബൺ സംവഹന ശേഷി കൂടുതലും ജലത്തെ നിലനിർത്താനുള്ള കഴിവും ഫോസ്ഫേറ്റ് ധാതുക്കൾ എന്നിവ മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവും കൂടുതലുള്ള മണ്ണാണ് പൊതുവെ കേരളത്തിലെ മണ്ണിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ മണ്ണിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മണ്ണിൻ്റെ രൂപീകരണത്തെ, മണ്ണെന്ന് പറയുമ്പോൾ ശിലകൾ പൊടിഞ്ഞൊക്കെയാണ് മണ്ണ് രൂപപ്പെടുന്നത്. അപ്പോൾ പൊതുവെ മണ്ണിൻ്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥയുണ്ട്, ഭൂപ്രകൃതിയുടെ സവിശേഷതയുണ്ട്, സസ്യജാലങ്ങളുണ്ട്, ജലത്തിൻ്റെ ലഭ്യതയുണ്ട്. ഇതെല്ലാം മണ്ണിൻ്റെ രൂപപ്പെടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിൽ പ്രധാനമായിട്ടും 8 തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ വെട്ടുകല്ല് മണ്ണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. കൂടുതലെന്ന് പറയുമ്പോൾ ഏകദേശം 60 മുതൽ 68% വരെ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. ഇത് ഇടനാട് പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണാണ്. മൺസൂൺ കാലാവസ്ഥയിൽ, അതായത് മൺസൂൺ കാലാവസ്ഥ പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ്. അതായത് ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, അതായത് ചൂടും മഴയും ഒരുപോലെ കിട്ടുന്ന, അത് ഉയർന്നു നിൽക്കുന്ന മൺസൂൺ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിലും അല്ലെങ്കിൽ യെല്ലോ കലർന്ന റെഡ് നിറത്തിലും ഒക്കെ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. ഇനി ലാറ്ററൈറ്റ് മണ്ണിൻ്റെ ഫലഭൂഷ്ടി വളരെ കുറവായിട്ടുള്ളൊരു മണ്ണാണ്. അതുപോലെ തന്നെ ഇത് ഉയർന്ന പോറോസിറ്റി വളരെ കുറവായതിനാൽ ജലത്തിന് തടഞ്ഞു നിർത്താനുള്ള ശേഷി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലുള്ളൊരു മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. കാരണം ജലത്തിന് തങ്ങി നിർത്താനുള്ള ശേഷി വളരെ കുറഞ്ഞ മണ്ണാണ്. ഇനി അതുപോലെ തന്നെ അലൂമിനിയം, അതുപോലെ ഫോസ്ഫേറ്റ്, അയൺ, ഇതൊക്കെ കൂടുതലായിട്ടുള്ള മണ്ണാണ്. അലുമിനിയം, അയൺ മുതലായ മൂലകങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. എന്നാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള ഘടകങ്ങൾ കുറവായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫലഭൂഷ്ടി കുറഞ്ഞ മണ്ണാണ് ഈ പറയുന്ന ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലും റബ്ബർ കൃഷി, അതുപോലെ കശുവണ്ടി കൃഷി, കുരുമുളക് കൃഷി, അടയ്ക്ക കൃഷി, ഇതിനൊക്കെ കൂടുതലും ഉപകാരപ്പെടുന്ന ഒരു മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. ഇടനാട് പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നതും ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി അടുത്തൊരു മണ്ണ് പഠിക്കാം. രണ്ടാമത്തതാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ കറുത്ത മണ്ണിനെ റിഗർ മണ്ണെന്ന് അറിയപ്പെടാറുണ്ട്. അതുപോലെ ചെർണോസം എന്ന് ഈ മണ്ണിനെ അറിയപ്പെടാറുണ്ട്. അതായത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞ് ഉണ്ടാകുന്ന മണ്ണാണ് ഈ പറയുന്ന കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ബസാൾട്ട് ശിലകൾ കാലാന്തരത്തിൽ ഇങ്ങനെ പൊടിഞ്ഞാണ് ഈ പറയുന്ന കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് ഇതൊരു കറുത്ത പരുത്തി മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്ന കറുത്ത മണ്ണെന്ന് പറയുന്നത്. ഈ കറുത്ത മണ്ണ് പൊതുവെ വെർട്ടിസോൾ എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഇത് നല്ല വിണ്ട് കീറി ജലത്തെ തങ്ങി നിർത്താനുള്ള ശേഷി വളരെ കൂടിയൊരു മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഫലഭൂഷ്ടി അത്ര കണ്ടില്ല എങ്കിലും ഈ പറയുന്ന ജലത്തെ തങ്ങി നിർത്താനുള്ള ശേഷി, അതായത് ജലസംഭരണ ശേഷി എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഒരു മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഇനി കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കറുത്ത മണ്ണിന് മാത്രമാണ് കേരളത്തിലെ മണ്ണിൽ ക്ഷാര സ്വഭാവമുള്ള മണ്ണെന്ന് പറയുന്നത്. ബാക്കി എല്ലാ മണ്ണും അമ്ല സ്വഭാവം കൂടുതലായിട്ടുള്ള മണ്ണാണെങ്കിൽ ഈ കറുത്ത മണ്ണ് മാത്രമാണ് ക്ഷാര സ്വഭാവം കൂടുതലുള്ള മണ്ണായിട്ട്, കേരളത്തിലെ ഏക ക്ഷാര സ്വഭാവമുള്ള മണ്ണായിട്ട് പറയാൻ പറ്റുന്നത് കറുത്ത പരുത്തി മണ്ണാണ്, അല്ലെങ്കിൽ കറുത്ത മണ്ണാണെന്ന് പറയാൻ പറ്റും. ഈ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. പരുത്തി കൃഷി, നിലക്കടല, കരിമ്പ് പോലുള്ള കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്ന കറുത്ത മണ്ണെന്ന് പറയുന്നത്.
ഇനി അടുത്തൊരു മണ്ണാണ് ചുവന്ന മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ചുവന്ന മണ്ണ് അഥവാ ചെമ്മണ്ണ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചെമ്മണ്ണ്, അതുപോലെ തേരി മണ്ണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണാണ് ചുവന്ന മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ചുവന്ന മണ്ണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തെക്ക് ഭാഗങ്ങളിൽ കൂടുതലായിട്ട് തെക്കൻ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഈ പറയുന്ന തേരി മണ്ണെന്ന് അറിയപ്പെടുന്ന ചുവന്ന മണ്ണെന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ തെക്ക് ഭാഗം എന്ന് പറയുമ്പം പാറശാല, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഭാഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ് അഥവാ ചുവന്ന മണ്ണ്, ചെമ്മണ്ണ് അഥവാ ചുവന്ന മണ്ണെന്ന് പറയുന്നത്. ചെമ്മണ്ണിന് പൊതുവെ ചുവന്ന നിറത്തോടു കൂടിയാണ് കാണപ്പെടുന്നത്. അതായത് അയൺ ഓക്സൈഡ് അഥവാ ഫെറിക് ഓക്സൈഡ്സിന്റെ പ്രസൻസ് ഉള്ള മണ്ണാണ് ഈ പറയുന്ന ചുവന്ന മണ്ണ്. ആ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ് ഈ പറയുന്ന മണ്ണിന് ചുവന്ന നിറം നൽകാനുള്ള കാരണമാകുന്നത്. അതുപോലെ ഫലഭൂഷ്ടി തീരെ കുറഞ്ഞ മണ്ണാണ്, ജൈവാംശം തീരെ കുറഞ്ഞ മണ്ണാണ് ഈ പറയുന്ന ചുവന്ന മണ്ണ് എന്ന് പറയുന്നത്. ഈ ചുവന്ന മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കാണപ്പെടുന്നതിനോടൊപ്പം തമിഴ്നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണാണ് ചുവന്ന മണ്ണ് അഥവാ ചെമ്മണ്ണെന്ന് പറയുന്നത്. അതായത് പൊടിയൊക്കെ പറക്കുന്ന പോലത്തെ ജലത്തെ തങ്ങി നിർത്താൻ ശേഷി കുറവുള്ള മണ്ണാണ് ഈ പറയുന്ന ചുവന്ന മണ്ണ് അഥവാ ചെമ്മണ്ണെന്ന് പറയുന്നത്. അടുത്തത് ഈ പറയുന്ന തീരപ്രദേശത്തുള്ള മണൽ മണ്ണ് അല്ലെങ്കിൽ തീരദേശ എക്കൽ മണ്ണെന്ന് പറയുന്നതാണ്. അതായത് ഈ പറയുന്ന സമുദ്രത്തിൻ്റെ തീരത്തുള്ള മണൽ മണ്ണുകൾ, അതായത് സമുദ്രം രൂപപ്പെടുന്ന സമയത്ത് അതിൻ്റെ തീരത്തായിട്ട് രൂപപ്പെടുന്ന മണൽ മണ്ണ് അല്ലെങ്കിൽ തീരദേശ എക്കൽ മണ്ണ്, തീരപ്രദേശത്തിന് അടുത്തായിട്ട് കാണപ്പെടുന്ന മണൽ മണ്ണാണ് തീരദേശ എക്കൽ മണ്ണെന്ന് പറയുന്നത്. അതിന് പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാം. അപ്പോൾ ഈ തീരദേശ എക്കൽ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മണൽ കൂടുതലായിരിക്കും, ആ മണ്ണിന് പോറോസിറ്റി വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ജലം തങ്ങി നിർത്താനുള്ള ശേഷി കുറവായിരിക്കും, നീർവാർച്ച കൂടുതലായിരിക്കും, ഫലഭൂഷ്ടി കുറവായിരിക്കും. ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള മണ്ണാണ് ഈ പറയുന്ന തീരപ്രദേശത്തെ മണ്ണെന്ന് പറയുന്നത്. തീരപ്രദേശ മണൽ മണ്ണ്, കാരണം മണൽ കൂടുതലായി കലർന്ന മണ്ണായിരിക്കും ഇത്തരത്തിലുള്ള തീരപ്രദേശ എക്കൽ മണ്ണെന്ന് പറയുന്നത്. ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അതിലൊന്നാണ് ഓണാട്ടുകര മണ്ണെന്ന് പറയുന്നത്. അതായത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പോലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു മണ്ണാണ് ഓണാട്ടുകര മണ്ണെന്ന് പറയുന്നത്. അത് ഇത്തരത്തിൽ മണൽ കലർന്ന ഒരു തീരപ്രദേശ മണ്ണിൻ്റെ ഒരു വകഭേദമാണ് ഓണാട്ടുകര മണ്ണെന്ന് പറയുന്നത്. ഫലഭൂഷ്ടി തീരെ കുറഞ്ഞ മണ്ണാണ്, നെൽകൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണും. അതുപോലെ തന്നെ ഈ ഓണാട്ടുകര മണ്ണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാകുന്നത് എള്ള് കൃഷിക്കാണ്. അപ്പം എള്ള് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുമടച്ച് പറയാം, അത് ഓണാട്ടുകര മണ്ണാണ്. അപ്പോൾ ഓണാട്ടുകര മണ്ണ് ആരുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്, എള്ള് കൃഷിയുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എള്ള് എന്ന് പറയുന്ന ഓണാട്ടുകര എള്ളെന്ന് പറയുന്നത് GI ടാഗിൽ 2023 ഓണാട്ടുകര എള്ള് GI ടാഗ് കിട്ടുകയുണ്ടായി. ഓണാട്ടുകര എല്ലിന് GI ടാഗ് കിട്ടി, 2023 കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ പ്രസിദ്ധമാണ് ഓണാട്ടുകര മണ്ണ്. അടുത്തത് പൊക്കാളി മണ്ണാണ്. അപ്പോൾ പൊക്കാളി മണ്ണെന്ന് വെച്ചാൽ പൊക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. അതായത് നെല്ലിൻ്റെ ഒരു വകഭേദമാണ്, നെല്ലിൻ്റെ ഒരു ഇനമാണ് പൊക്കാളി ഇനം എന്ന് പറയുന്നത്. അത്തരത്തിൽ നെല്ലിനമായിട്ടുള്ള പൊക്കാളി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. ഇതും ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന ഭാഗങ്ങളിൽ കടൽവെള്ളം കൂടുതലായിട്ട് കാണപ്പെടുന്ന, മണൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ഈ പറയുന്ന പൊക്കാളി മണ്ണ്. ഉപ്പുവെള്ളം കൂടുതലായി കാണപ്പെടുന്ന പ്രദേശത്ത് രൂപപ്പെടുന്ന മണ്ണാണ് പൊക്കാളി മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അംശം ആ മണ്ണിൽ കൂടുതലായി കാണപ്പെടുന്നു. പൊക്കാളി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്ന പൊക്കാളി മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ് കൈപ്പാട്ട് മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ കൈപ്പാട് മണ്ണെന്ന് പറയുമ്പം കണ്ണൂർ ജില്ലയിലാണ് ഈ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് കൈപ്പാട് കൃഷിക്ക് കൂടുതൽ അനുയോജ്യമാകുന്ന ഒരു മണ്ണിനമാണ്. എന്താണ് കൈപ്പാട് കൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെല്ലിൻ്റെ ഇനമാണ് കൈപ്പാട്ടിനം. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കണ്ണൂർ ജില്ലയിൽ കാണപ്പെടുന്നതാണ് കൈപ്പാട്ട് മണ്ണെന്ന് പറയുന്നത്. ഇനി കൈപ്പാട്ട് കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൈപ്പാട് മണ്ണിനത്തിൽ കൂടുതൽ നല്ല രീതിയിൽ വളരുന്ന നെല്ലിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴോം എന്ന് പറയുന്ന നെല്ലിനമാണ്. അപ്പോൾ കൈപ്പാട് കൃഷിക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന നെല്ലിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഴോമാണ്. എന്താണ് ആ നെല്ലിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പൊതുവെ ഈ കൈപ്പാട് മണ്ണൊക്കെ തീരപ്രദേശ മണ്ണാണ്. അപ്പോൾ മണൽ കൂടുതലായിരിക്കും, അതുപോലെ ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ള മണ്ണാണ്, ജലാംശം കൂടുതലായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ പൊതുവെ ഈ സ്ഥലങ്ങളിൽ നെൽകൃഷി ചെയ്യുമ്പോഴത്തേക്ക് നെല്ലിൻ്റെ പൊക്കം കുറവാണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, അഴുകിപ്പോവും. അതായത് ഒരുപാട് ഉപ്പ് കലരുമ്പോഴും മണൽ കലരുമ്പോഴും ഒക്കെ ഈ മണ്ണിൽ അഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഏഴോം നെല്ലിൻ്റെ ഒരു സവിശേഷ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴോം നെല്ലിനത്തിന് നല്ല നീളക്കൂടുതലാണ്. അപ്പോൾ നീളക്കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഓരുവെള്ളത്തിലോ ഉപ്പുവെള്ളത്തിലോ ഒക്കെ ഇത് വളരുന്ന സമയത്ത്, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് നല്ല ഉയർച്ചയിൽ വളർന്നു പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകി പോകുന്ന ഒന്നുമില്ല. അമ്ലത്വത്തെ ചെറുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൂടുതലുള്ള മണ്ണാണ് ഏഴോം എന്ന് പറയുന്ന ഒരു നെല്ലിനം എന്ന് പറയുന്നത്. മണ്ണല്ല, നെല്ലിനം എന്ന് പറയുന്നത്. അത് കൈപ്പാട് കൃഷിക്ക് അനുയോജ്യമാണ്, അല്ലെങ്കിൽ കൈപ്പാട് മണ്ണിന് അനുയോജ്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നെല്ലിനമാണ് ഏഴോം എന്ന് പറയുന്ന നെല്ലിനം. അടുത്തത് കോൾ മണ്ണാണ്. അപ്പോൾ കോൾ മണ്ണെന്ന് പറയുന്നത് കോൾ ഖനികളിൽ, അതായത് ഈ പറയുന്ന തീരപ്രദേശ മണ്ണ് തന്നെയാണിത്. തൃശ്ശൂർ, മലപ്പുറം പോലുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലൂടെ ഒഴുകുമ്പോൾ
ഒഴുകുന്ന നദിയാണ് ഈ പറയുന്ന കരിവള്ളൂർ നദി. അപ്പോൾ ഈ കോൾപ്പാടങ്ങളുടെ തീരത്ത് കാണപ്പെടുന്ന മണ്ണാണ് കോൾമണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ ചാലിയാർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന ഒരു നദിയാണ് ചാലിയാർ നദി എന്ന് പറയുന്നത്. അപ്പോൾ ചാലിയാറിൻ്റെ തീരത്തൊക്കെ നമ്മൾ നേരത്തെ മാവൂർ റയോൺ ഫാക്ടറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചാലിയാറിൻ്റെ തീരത്തൊക്കെ രൂപപ്പെടുന്ന തീരപ്രദേശ മണ്ണ് അഥവാ മണൽ മണ്ണ് അതൊരു കോൾ ടൈപ്പ് മണ്ണാണ്. അപ്പോൾ ആ ഒരു വകഭേദത്തെയാണ് നമ്മൾ കോൾമണ്ണ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ വിളിക്കാറുള്ളത്. അടുത്തത് ഇത് തീരപ്രദേശത്തുള്ള മണൽ മണ്ണ് അല്ലെങ്കിൽ തീരദേശ എക്കൽ മണ്ണാണ് പറഞ്ഞത്. ഇനി നദീതടത്തിലെ എക്കൽ മണ്ണുണ്ട്. അപ്പം നദീതടത്തിൻ്റെ എക്കൽ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നദി വഹിച്ചുകൊണ്ട് വരുന്ന ഫലഭൂഷ്ടി നിറഞ്ഞ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന മണ്ണാണ് നദീതട എക്കൽ മണ്ണെന്ന് പറയുന്നത്. അപ്പം നദീതട എക്കൽ മണ്ണിന് പൊതുവേ ഫലഭൂഷ്ടി കൂടുതലായിരിക്കും, ജൈവാംശം കുറവായിരിക്കുമെങ്കിലും ഫലഭൂഷ്ടി കൂടുതലായിരിക്കും. നദീ നിക്ഷേപങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണാണ് നദീതട എക്കൽ മണ്ണെന്ന് പറയുന്നത്. ഇന്ത്യൻ മണ്ണിനങ്ങളിൽ പൊതുവേ കുറവായിട്ടുള്ള നൈട്രജനൊക്കെ കുറഞ്ഞു കാണപ്പെടുന്ന ഒരു മണ്ണ് കൂടിയാണ് നദീതട എക്കൽ മണ്ണെന്ന് പറയുന്നത്. പക്ഷേ ഫലഭൂഷ്ടിയുണ്ട്, നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് നദീതട എക്കൽ മണ്ണ്. അടുത്തത് പർവ്വത മണ്ണാണ്. നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറഞ്ഞ് മൂന്നായി തരംതിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മലനാട് മേഖലകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. അതായത് പർവ്വത പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ്, ജൈവാംശം കൂടിയ മണ്ണാണ്. മലയോര മണ്ണെന്നും ഈ പറയുന്ന പർവ്വത മണ്ണിനെ വിശേഷിപ്പിക്കാറുണ്ട്. തേയില, കാപ്പി, ഏലം അത്തരത്തിലുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. അടുത്തൊരു മണ്ണാണ് വനമണ്ണെന്ന് പറയുന്നത്. അപ്പോൾ വനത്തോട് ചേർന്ന പ്രദേശങ്ങൾ അവിടെ കാണപ്പെടുന്ന മണ്ണാണ് വനമണ്ണ്. ഈ പറയുന്ന മലനാട് ഭൂപ്രകൃതിയിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് വനമണ്ണ്. അപ്പോൾ വനമണ്ണിന് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളതും ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതുമായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്ന വനമണ്ണെന്ന് പറയുന്നത്. വനമണ്ണിലും ഇതുപോലെ ഏലം, കാപ്പി, കുരുമുളക്, തേയില അത്തരത്തിലുള്ള കൃഷികൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കൂടിയാണ് ഈ പറയുന്ന വനമണ്ണ്. ഫലഭൂഷ്ടി ഏറെ കൂടിയ മണ്ണാണ് ഈ പറയുന്ന വനമണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ മണ്ണിനങ്ങൾ. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്